ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കോട്ടയം അച്ചായൻ സ്റ്റൈലിലാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ 65 ചെയ്യുന്നത്. ഈ പേരെങ്ങനെയാണ് വന്നത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് നമ്മുടെ 1965 മദ്രാസിലെ ഒരു ഹോട്ടലിലാണ് ഈ ഡിഷ് ആദ്യമായിട്ട് പരീക്ഷിച്ചതെന്നാണ്. അപ്പം ചിക്കൻ 65 രണ്ട് തരത്തിൽ നമുക്ക് സെർവ് ചെയ്യാം, ഡ്രൈ ആയിട്ടും കുറച്ച് ഗ്രേവി ആയിട്ടും. നമ്മൾ ഗ്രേവി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കുറേ നാൾ മുന്നേ ഇട്ടിരുന്നു, അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതിന് കണ്ടതിനും റെസ്പോൺസ് നന്നായിട്ട് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം, ഇന്ന് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഉപകാരപ്രദമായ വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ വരാറുള്ളൂ. എല്ലാം മെയിൻലി കേരള ട്രഡീഷണൽ റെസിപ്പീസ് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗ്സും ബ്യൂട്ടി ടിപ്സും ഗാർഡൻ ടിപ്സും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കോണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മളിന്ന് ചിക്കൻ 65 വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. അത് 1 ടേബിൾ സ്പൂൺ വേണം, വലിയ സ്പൂണിന് 1 സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് റൈസ് ഫ്ലോർ ആണ്. അതും 1 ടേബിൾ സ്പൂൺ. ഇത്രയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് 1 ലെമണിൻ്റെ ജ്യൂസ് ആണ്. 1/2 കിലോയ്ക്കാണ് നമ്മൾ 1 ലെമണിൻ്റെ ജ്യൂസ് ചേർത്തിരിക്കുന്നത്. ഇനി 1 ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണം. അത് 1 കോഴിമുട്ടയാണ്. മുട്ട ഉപയോഗിക്കാത്തവർ വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നാൽ മുട്ട ഉപയോഗിക്കുന്നവർ അത് തീർച്ചയായും ചേർത്തിരിക്കണം. 1 കോഴിമുട്ട അടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. എത്ര സമയം വെക്കുന്നോ അത്രയാണ് നല്ലത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വെളിയിൽ വെക്കുക. അഥവാ അതിൽ കൂടുതൽ സമയം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. 12 മണിക്കൂറോ 24 മണിക്കൂറോ ഒക്കെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എത്ര നേരം മാരിനേറ്റ് ചെയ്യുന്നോ അതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടി വരുന്നതാണ്. അപ്പം മിനിമം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് വാരിയിടരുത്. പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഓരോ പീസസ് ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ പീസും ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക ആദ്യം. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്നും അനക്കരുത്, ഇളക്കുകയൊന്നും ചെയ്യരുത്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. വേറെ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ്. നമുക്ക് വേണ്ട രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ചിലർക്ക് ഒത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതിന് ഇഷ്ടമുള്ളവരുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ അത് ഫ്രൈ ചെയ്ത് എടുക്കുക എല്ലാ ചിക്കൻ പീസസും. അപ്പോൾ ഇവിടെ എല്ലാ ചിക്കൻ പീസസും മൂത്തിട്ടുണ്ട്. നമ്മളതെല്ലാം വാരി അതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് ഉണ്ടാക്കണം. ഇപ്പോൾ ഡ്രൈ ആയിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ അതിൻ്റെ കൂടെ സവാളയും നാരങ്ങയും ഒക്കെ മുറിച്ച് കഴിക്കാവുന്നതാണ്. നമ്മൾ ഒരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു സോസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 10 വെളുത്തുള്ളി, 3 പച്ചമുളക്, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ
ടൊമാറ്റോ കെച്ചപ്പ് 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നമുക്ക് ചതച്ച് വെക്കാം. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, അത് തന്നെ മതിയാവുന്നതാണ്. എന്നാൽ അത്രയും ഏറെ വേണ്ട, നമുക്കാകെപ്പാടെ 2-3 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്, ബാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ആ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇപ്പോൾ ചതച്ച് ചേർത്തിട്ടുണ്ട്. ചതയ്ക്കാതെ ചെറുതായിട്ട് അരിഞ്ഞും ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ ചേർക്കുക. വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളതെന്ന് പറയുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എത്ര സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ട് ചെയ്യണോ അതനുസരിച്ച് ചേർക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്തിരിക്കുന്നത്. എരിവ് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർക്കാം. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ സവാളയും നാരങ്ങ നീരും നാരങ്ങ പീസസും കൂടെ കട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ 65 റെസിപ്പി വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അയക്കണം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം, എന്നാലല്ലേ ഡിഷ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും നാൾ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് വളരെ നന്ദി. മുന്നോട്ടും അത് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു ചിക്കൻ്റെ റെസിപ്പി തന്നെ 5-8 റെസിപ്പി നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി നോക്കുക. എല്ലാം ഈസി റെസിപ്പീസാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെയാണ്. നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് എല്ലാ റെസിപ്പീസും ഒക്കെ ഒന്ന് പോയി കണ്ട് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കൂടുതലായിട്ട് ഈ സമയത്ത് നമ്മൾ ചിക്കൻ്റെ ഡിഷസ് ആണ് കഴിക്കേണ്ടത്. ബീഫും മട്ടനും പോർക്കും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത്. ഹെൽത്തി പ്രോട്ടീൻ നമുക്ക് ഈ വൈറ്റ് മീറ്റിൽ നിന്നാണ് കിട്ടുന്നത്, റെഡ് മീറ്റിൽ നിന്നല്ല. അപ്പോൾ ചിക്കൻ വെറൈറ്റിയൊക്കെ നമ്മുടെ ചാനലിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും ക്ഷേമമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.